ഹലോ ഓൾ, നമ്മളിന്ന് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്നുള്ള സബ്ജക്റ്റിൽ 8051 ഇൻസ്ട്രക്ഷൻ സെറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2 വീഡിയോസിലും ഇൻസ്ട്രക്ഷൻ സെറ്റ് തന്നെയാണ് പഠിച്ചത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ എന്താണ് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ പഠിക്കാനുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മുടെ സിലബസിൽ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റഡ് ആണ്. ഇൻസ്ട്രക്ഷൻ സെറ്റാണ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കായി ഇൻസ്ട്രക്ഷൻ സെറ്റാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് 8051 ഇൻസ്ട്രക്ഷൻ സെറ്റ് ഈസ് റിക്വയർഡ് എന്ന സിലബസിൽ പറയുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റിന് വേണ്ടി മാത്രം 4 അവറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ എന്താണ്, അരിത്മെറ്റിക് എന്താണ്, ലോജിക്കൽ എന്താണ്, അതുപോലെ പ്രോഗ്രാം ആൻഡ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ, ഇങ്ങനെ നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി എന്താണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ, നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആണ് അല്ലേ? ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ഞാൻ ഇൻസ്ട്രക്ഷൻ സെറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഗേറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് ബേസിക്കലി ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത്രയും വൈഡ് വെറൈറ്റി ഓഫ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് അവൈലബിൾ ആണ്. എല്ലാവരും നോക്കുക. ANL, ORL, XRL, CLR, CPL, RL, RLC, RR, RRC, SWAP. ഓക്കെ, ANL എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ആൻഡ്, ORL എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഓർ, XRL എന്ന് പറഞ്ഞാൽ ലോജിക്കൽ XOR, CLR എന്ന് പറഞ്ഞാൽ ക്ലിയർ അക്യുമുലേറ്റർ, CPL എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്റർ, റൊട്ടേറ്റ് ലെഫ്റ്റ് ആണ് RL എന്ന് പറയുന്നത്, റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി ആണ് RLC എന്ന് പറയുന്നത്, റൊട്ടേറ്റ് റൈറ്റ് ആണ് RR എന്ന് പറയുന്നത്, റൊട്ടേറ്റ് അക്യുമുലേറ്റർ റൈറ്റ് ത്രൂ ക്യാരി അതാണ് RRC എന്ന് പറയുന്നത്, സ്വാപ്പ് ദി നിബിൾസ് വിത്ത് അക്യുമുലേറ്റർ അതാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ANL ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ എന്തായിരിക്കും ANL എന്ന് പറഞ്ഞാൽ? ANL നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ആൻഡ് ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ ഇതാണ് ANL ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ? സോ 4 അഡ്രസ്സിംഗ് മോഡ്സ് ഇൻ 6 വേരിയേഷൻസ് ആർ അവൈലബിൾ ഫോർ ലോജിക്കൽ ആൻഡിങ് ഓഫ് ബൈറ്റ് വേരിയബിൾസ്. ദീസ് അഡ്രസ്സിംഗ് മോഡ്സ് ആർ ഇമ്മീഡിയറ്റ്, ഡയറക്റ്റ്, രജിസ്റ്റർ ഡയറക്റ്റ് ആൻഡ് രജിസ്റ്റർ ഇൻഡയറക്റ്റ്. ഓൾ 6 വേരിയേഷൻസ് ഓഫ് ആൻഡ് ഓപ്പറേഷൻസ് ആർ. അപ്പോൾ 6 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഈ വെറൈറ്റീസ് ഒക്കെ ഡിസ്കസ് ചെയ്താണ്. ANL A,RN, അതായത് ഇതൊരു ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ANL A, രജിസ്റ്റർ ഡയറക്റ്റാണ് ANL A,RN എന്ന് പറയുന്നത്. A, ഒരു ഡയറക്റ്റ് വാല്യൂ നമുക്ക് കൊടുക്കാം, അതൊരു ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്, ഒരു അഡ്രസ്സ് കൊടുക്കാം. ANL A, @RI ഇങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം, അത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ANL A, #data ഇതൊരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ANL ഡയറക്റ്റ് A ഇതൊരു രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ANL ഡയറക്റ്റ് #data ഇതൊരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇതിൽ ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം എന്താ, ഇത് ഓൾറെഡി നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും അതുപോലെ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസും ഒക്കെ പറഞ്ഞ സമയത്ത് ഈ ഓരോ പോസിബിലിറ്റീസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. അപ്പോൾ ആൻഡ് ഓപ്പറേഷൻസിന് ഇതുപോലെ 6 വെറൈറ്റി ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാമെന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ആൻഡ് ഓപ്പറേഷൻസ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന എക്സാമ്പിൾ ഞാൻ ഈ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിലാണ് ഇതിൻ്റെ എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. മൂവ് A, #7CH, മൂവ് R1, #AEH, ANL A, R1 അല്ലേ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അക്യുമുലേറ്ററിലേക്ക് ഞാൻ ആദ്യം സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താ, 7CH അല്ലെങ്കിൽ എന്ത് പറയാം, 0111100 7C അല്ലേ. അതുപോലെ R1 എന്നുള്ള രജിസ്റ്ററിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താ, ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്, ദാറ്റ് ഈസ് AEH. എന്താണ് AEH എന്ന് പറഞ്ഞാൽ? A സ്റ്റാൻഡ് ഫോർ 1010, E എന്ന് പറഞ്ഞാൽ എന്താ, 1110. ഇത് രണ്ടുമാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താ, ANL A, R1. R1ഉം Aയും തമ്മിൽ ആൻഡ് ചെയ്യും, ആ ഓപ്പറേഷൻ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് ആൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 00 0, 01 0, 10 0, 11 1.
അപ്പോൾ രണ്ടും ലോജിക്കൽ ഹൈ ആകുമ്പോൾ മാത്രം ഔട്ട്പുട്ട് 1 ആവും, ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം അല്ലേ. 0 0 0 0 1 0 1 1 1 1 1 1 1 0 0 1 1 1 1 0 0 1 0 0. അപ്പോൾ നമുക്കിവിടെ കിട്ടും ഇൻസ്ട്രക്ഷൻ. ഇത് രണ്ടും കൂടി ഞാൻ ആൻഡ് ചെയ്താൽ ആക്ച്വലി എനിക്ക് കിട്ടുന്ന ഓപ്പറേഷൻ എന്താണ്? ഇറ്റ് വിൽ ബിക്കം 2D. 2D അല്ലേ, സോറി 2D ആണോ 2C ആണോ? 2C റൈറ്റ്. അതായത് 0 0 1 0 എന്ന് പറഞ്ഞാൽ 2, 1 1 0 0 എന്ന് പറഞ്ഞാൽ C ആണല്ലോ. അപ്പോൾ 2C അതായത് 7Cയും Aയും കൂടി ഞാൻ ആൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്? 2C, അതായത് 0 0 1 0 1 1 0 0. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ പറഞ്ഞു. നമുക്കിത് ഇമ്മീഡിയറ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ ആൻഡ് ഓപ്പറേഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ആൻഡ് ഓപ്പറേഷൻ പറഞ്ഞ പോലെ തന്നെ ഓർ ഓപ്പറേഷൻ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഓർ ഓപ്പറേഷൻ നമ്മൾ ORL എന്നുള്ള ഇൻസ്ട്രക്ഷൻ കീവേഡ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ORL. അപ്പോൾ എന്തായിരിക്കും? ഇതിനും ആക്ച്വലി നമ്മൾ ആൻഡിൽ പറഞ്ഞ പോലെ തന്നെ 6 ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻസ് വരും. അതായത് A,RN, A, ഡയറക്റ്റ്, A,RI, A, #data, ഡയറക്റ്റ്, A, ഡയറക്റ്റ്, #data. അപ്പോൾ ഇമ്മീഡിയറ്റും രജിസ്റ്ററും ഡയറക്റ്റും ഇൻഡയറക്റ്റ് എല്ലാം അഡ്രസ്സിംഗ് മോഡും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ലോജിക്കൽ ഓർ ഓപ്പറേഷൻസ് നമ്മളിങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നമുക്കൊരു എക്സാമ്പിൾ സഹിതം പറയാം. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്ന സെയിം എക്സാമ്പിളാണ് മൂവ് A,7CH, മൂവ് R1, AEH, ORL A,R1 അല്ലേ. അപ്പോൾ നമ്മൾ അക്യുമുലേറ്ററിലേക്ക് ആദ്യം സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്തായിരുന്നു? 7CH അല്ലേ. 0 1 1 1 1 1 0 0. R1 എന്നുള്ള രജിസ്റ്ററിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്തായിരുന്നു? AEH. എന്താണ് AEH? 1 0 1 0 1 1 1 0. ഇതാണല്ലോ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഓർ ഓപ്പറേഷൻ? നമുക്കറിയാം. നമ്മൾ പെർഫോം ചെയ്യുന്ന ഓർ ഓപ്പറേഷൻ ആണെങ്കിൽ എന്തായിരുന്നു ഓർ ഓപ്പറേഷൻ? 0 0 0, 0 1 1, 1 0 1, 1 1 1. സോ ഔട്ട്പുട്ട് ഈസ് ഹൈ ഇഫ് എനി വൺ ഓഫ് ദി ഇൻപുട്ട് ഈസ് ഹൈ. ഏതെങ്കിലും ഒരു 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആവുന്ന ഗേറ്റാണ് ഓർ ഗേറ്റ്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിൽ ചെയ്തുകൂടെ? 0 0 0 0 1 1 1 1 1 1 1 1 1 0 1 1 1 1 1 0 1 1 0 1. അപ്പോൾ നമുക്ക് കിട്ടി അല്ലേ. നേരത്തേതിന് ഡിഫറൻ്റ് ആയിട്ട് നമുക്കൊരു വാല്യൂ കിട്ടി. ദ വാല്യൂ ബിക്കം FE. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷന് ശേഷം FE എന്നുള്ളൊരു ഹെക്സാഡെസിമൽ വാല്യൂ ആയിരിക്കും ആക്ച്വലി ഫൈനലി അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. എല്ലാവർക്കും ജനറലി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഈസി ആയിട്ട് മനസ്സിലാവും. ഇതുപോലെ തന്നെ സെയിം പാറ്റേണിൽ നമ്മൾ ആൻഡും ഓറും പറഞ്ഞ സെയിം പാറ്റേണിൽ നമുക്ക് XRL ഇൻസ്ട്രക്ഷൻ ചെയ്യാം. XRL എന്താണ്? XOR ആണ്. XOR. അപ്പോൾ ഞാനിതിൻ്റെ നോട്ട്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ആൻഡും ഓറും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് XORും. XRL ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്നത് XOR ആണ്. എക്സോറിങ് ഓഫ് ബൈറ്റ് വേരിയബിൾസ് ആണ് ആക്ച്വലി നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെയിം എക്സാമ്പിൾ സഹിതം പറയാമല്ലോ. അപ്പോൾ എന്താണ് XOR വരിക? ആക്ച്വലി XOR ഗേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. സോ ദിസ് ഈസ് ബേസിക്കലി ദി XOR ഗേറ്റ്. സോ വാട്ട് ഈസ് ദി കണ്ടീഷൻ ഓഫ് XOR ഗേറ്റ്? ABY ആണ് കേസ് എങ്കിൽ ABY നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 0 0 0, 0 1 1, 1 0 1, 1 1 0. ഇഫ് ഇൻപുട്ട്സ് ആർ ഓഡ് ഇൻപുട്ടുകളാണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഈവൻ ഇൻപുട്ടുകളാണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതായത് 0 0 1 1 0 ആയിരിക്കും, 0 1 1 0 1 ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിൽ ചെയ്തൂടെ? എങ്ങനെ ചെയ്യും? നമ്മൾ അക്യുമുലേറ്ററിലേക്ക് ആദ്യം സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണ്? 7CH അല്ലേ. 0 1 1 1 1 0 0. R1ലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? AEH. 1 0 1 0 1 1 1 0. അപ്പോൾ നമ്മളിതിന് XOR ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ്. XOR ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ 0 0 0 കിട്ടും, 0 1 1 കിട്ടും, 1 0 0 കിട്ടും, 1 1 0 കിട്ടും, 1 0 1 കിട്ടും, 1 1 0 കിട്ടും, 1 0 1 കിട്ടും, 0 1 1 കിട്ടും. അപ്പോൾ നമുക്കിവിടെ കിട്ടും ഇൻസ്ട്രക്ഷൻ 1 1 0 1 0 0 1 0. വാട്ട് ഈസ് 1 1 0 1 0 0 1 0? 1 1 0 1 എന്ന് പറഞ്ഞാൽ D ആണ്. 0 0 1 1 1 0 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ D2 എന്നുള്ള ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ആയിരിക്കും ഈ ഓപ്പറേഷന് ശേഷം അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് ആക്ച്വലി XOR ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 ഡിഫറെൻറ്റ് വെറൈറ്റി പറഞ്ഞു. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഈ ലോജിക്ക്. സോ 4ാമത്തെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് CLR ആണ്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. CLR എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്. സോ CLR A എന്നാണ് നമ്മൾ ഇൻസ്ട്രക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? ദിസ് ഇസ് 1 byte 1 cycle ഇൻസ്ട്രക്ഷൻ clears the accumulator. Here no flags are affected. This instruction is equivalent to move A, #00H. സോ അക്യുമുലേറ്ററിൽ നമ്മൾ 00H എന്ന് സ്റ്റോർ ചെയ്യുന്നതിന് ഇക്വാലൻ്റ് ആണ് ക്ലിയർ ഓപ്പറേഷൻ. അതായത് ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അക്യുമുലേറ്ററിലെ വാല്യൂ എന്തായിട്ട് മാറും? 00H ആയിട്ട് മാറും. അതായത് 00000000 എന്നുള്ള വാല്യൂ 8 പൊസിഷനിൽ ഇങ്ങനെയായിരിക്കും സ്റ്റോർ ആവുക. അപ്പോൾ ഇതാണ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ. വളരെ ക്ലിയർ ആണ്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമുക്ക് അക്യുമുലേറ്ററിലെ വാല്യൂ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം. സോ നമ്മൾ 5ാമത് വരുന്ന ഇൻസ്ട്രക്ഷൻ എല്ലാവരും ശ്രദ്ധിക്കുക. CPL ഇൻസ്ട്രക്ഷൻ അല്ലേ? സോ CPL ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്റ് ആണ്. അതായത് നോട്ട് ഗേറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് CPL എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? അക്യുമുലേറ്ററിൽ നമ്മൾ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇൻവേർഷൻ വരും അല്ലേ? സോ കോംപ്ലിമെൻറ്റിംഗ് ഈസ് അനദർ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ അപ്ലിക്കബിൾ ഓൺലി ഫോർ ദി അക്യുമുലേറ്റർ ത്രൂ രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. സോ CPL A നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ? അക്യുമുലേറ്ററിൽ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്തോ അതിൻ്റെ കോംപ്ലിമെൻറ്റ് വരും. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അസ്യൂം ദ അക്യുമുലേറ്റർ കണ്ടെയ്ൻ 4DH ബിഫോർ CPL A ഇൻസ്ട്രക്ഷൻ. ഇറ്റ് വുഡ് കണ്ടെയ്ൻ B2H ആഫ്റ്റർ കോംപ്ലിമെൻറ്റിംഗ് ദി ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 4DH ആണെങ്കിൽ 4DH എന്ന് പറഞ്ഞാൽ എന്താ? 01001101. നമ്മളിതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. എന്താ സംഭവിക്കുക? അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്താൽ 10110010 ആയി മാറും അല്ലേ? സോ വാട്ട് ഈസ് 1011? വി നോ ദാറ്റ് 1011 വിൽ ബി D. സോറി 1011 അല്ലേ? 1011 വിൽ ബി B. 0010 വിൽ ബി 2. അപ്പോൾ എന്താ സംഭവിച്ചത്? 4DHനെ നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്തു. ദാറ്റ് വിൽ ബിക്കം B2. സോ ഇങ്ങനെയാണ് കോംപ്ലിമെൻറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. വളരെ ഈസിയാണ്. 6ാമത്തെ ഇൻസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. റൊട്ടേറ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ RL എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ലെഫ്റ്റ് അല്ലേ? RL റൊട്ടേറ്റ് ബിറ്റ്സ് ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ അക്യുമുലേറ്റർ. സോ RLA എപ്പോഴും നമ്മൾ അക്യുമുലേറ്ററിനെയാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദ അക്യുമുലേറ്റർ ഡാറ്റ ബിറ്റ്സ് ആർ ഷിഫ്റ്റഡ് ടുവേർഡ്സ് ലെഫ്റ്റ് ബൈ 1 bit. ഇൻ ദിസ് പ്രോസസ് വാട്ട് വാസ് ദി പ്രീവിയസ് ബിറ്റ് 7 become bit 0. സിമിലർലി ബിറ്റ് 0 become bit 1, bit 1 become bit 2. അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം അല്ലേ? അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ലെഫ്റ്റ് ഇൻസ്ട്രക്ഷനാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എല്ലാവരും ശ്രദ്ധിക്കുക. മൂവ് A, #4DH ആണ്. എയിലേക്ക് നമ്മൾ 4DH സ്റ്റോർ ചെയ്തു. റൊട്ടേറ്റ് ലെഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി 4DH ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് 9AH ആയിരിക്കും. അത് നമുക്ക് എങ്ങനെയെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, അക്യുമുലേറ്ററിൽ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താ? 4DH. എന്താ 4 എന്ന് പറഞ്ഞാൽ 01001101. ഇതാണല്ലോ 4DH. 01001101. അപ്പോൾ റൊട്ടേറ്റ് ലെഫ്റ്റ് ആണ് അല്ലേ? ലെഫ്റ്റിലേക്കാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ബിറ്റ് 7 become bit 0. ഇതാണ് ബിറ്റ് 7 MSB. ഇതാണ് LSB ആണല്ലോ? യെസ്. സോ ബിറ്റ് 0 become ബിറ്റ് 1. ബിറ്റ് 0 എന്ന് പറയുന്നത് ബിറ്റ് 1 ആയിട്ട് മാറും. 1ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇതല്ലേ 0 1 2 3 4 5 6 7 എന്നാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ 0 എന്നുള്ളത് ഫസ്റ്റ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യും, 1 എന്നുള്ളത് സെക്കൻഡ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യും, 2 എന്നുള്ളത് തേർഡ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ആ രീതിയിലായിരിക്കും പാറ്റേൺ വരിക. അപ്പോൾ നമുക്ക് ആക്ച്വലി എങ്ങനെ കിട്ടും നിങ്ങൾ പറയാൻ പറ്റുമോ? നമുക്കിതിൻ്റെ ഇൻസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ ആക്ച്വലി നമുക്കിതുപോലെ തന്നെ ബിറ്റുകൾ വരയ്ക്കാം. സോ വളരെ ക്ലിയർ ആണ്. ലെഫ്റ്റ് മോസ്റ്റ് നിന്ന് റൈറ്റ് മോസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ 1 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 0 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 1 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 1 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 0 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 0 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 1 എന്നുള്ളത് ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലേ? എന്താ സംഭവിക്കുക? ഇവിടെ ഒരു വേക്കൻറ്റ് പൊസിഷൻ ഉണ്ട്. 7th ബിറ്റ് എന്നുള്ളത് 0th പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് വരും? ആക്ച്വലി 0. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കോൺസെപ്റ്റ്. നമ്മൾ 4DH ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലേ? 01001101. ഇതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ വരച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും അല്ലേ? അതായത് എന്താ സംഭവിക്കുക ഇവിടെ? ഈ 1 എന്നുള്ളത് ആക്ച്വലി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 0 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 1 എന്നുള്ളത് ഇങ്ങോട്ട് മൂവ് ചെയ്യും, 1 എന്നുള്ളത് ഇങ്ങോട്ട് മൂവ് ചെയ്യും, 0,
0 1. ഈ 0 ആയിരിക്കും ഈ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്ക്, ഈ ഒരു ഇൻസ്ട്രക്ഷൻ ശേഷം ഇറ്റ് വിൽ ബിക്കം 1 0 0 1 1 0 1 0. അതായത് എന്തായിട്ട് മാറും, 9AH ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ റൈറ്റ് മോസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന MSP എന്നുള്ളത് LSPയുടെ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം റൊട്ടേറ്റ് ലെഫ്റ്റ് ഇൻസ്ട്രക്ഷനാണ്. റൊട്ടേറ്റ് ലെഫ്റ്റ് അല്ലേ? യെസ്, വളരെ ക്ലിയർ ആണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സോ 7ാമത്തെ ഇൻസ്ട്രക്ഷനാണ് RLC. എന്താണ് RLC? റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി. റൊട്ടേറ്റ് ലെഫ്റ്റ് പറഞ്ഞ പോലെ റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരിയാണ് RLC. സോ RLC is very similar to RL instruction. In this case, the content of accumulator is rotated towards left by 1 bit. But here, bit 7 from accumulator is shifted to the location of carry flag within PSW register and previous carry is shifted to bit 0 and the accumulator. അപ്പോൾ നമ്മളെ ഫ്ലാഗ് രജിസ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫ്ലാഗ് രജിസ്റ്ററിലെ ക്യാരിയും കൂടിയും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, RLC ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്യാരി എന്താണെന്നും കൂടി അറിഞ്ഞാൽ മാത്രമേ ആക്ച്വലി RLCയിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ, റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് അക്യുമുലേറ്ററിലേക്ക് 4DH സ്റ്റോർ ചെയ്തു, RLCA എന്നുള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ക്യാരി ഫ്ലാഗ് സെറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നോക്കാം അല്ലേ, 4DH അല്ല നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. എന്താണ് 4DH എന്ന് പറഞ്ഞാൽ 0 1 0 0 1 1 0 1 അല്ലേ? ഇതാണല്ലോ നമ്മുടെ ഇൻസ്ട്രക്ഷൻ നമ്മൾ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തേ. യെസ്, ഇതിന് പുറമെ നമുക്ക് ക്യാരി അറിയാം, ക്യാരി ഫ്ലാഗ് 1 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്തായിരിക്കും ആക്ച്വലി നിങ്ങൾ പറയോ? അതായത് ഈ 1 എന്നുള്ളത് ഈ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും, 0 എന്നുള്ളത് ഈ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും, 1 എന്നുള്ളത് ഈ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും, 1 എന്നുള്ളത് ഈ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും, 0 എന്നുള്ളത് ഈ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും, 0 എന്നുള്ളത് ഈ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും, 1 എന്നുള്ളത് ഈ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും, 0 എന്നുള്ളത് ക്യാരിയുടെ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ക്യാരി എന്ത് ചെയ്യും, ഈ വേക്കൻ്റ് ആയിട്ടുള്ള ഈ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. നേരത്തെ കേസിൽ നമ്മളൊരു ക്യാരി കൺസിഡറേഷൻ ഉണ്ടായിരുന്നില്ല അല്ലേ? ഡയറക്റ്റ് ഇവിടെ ഉണ്ടായിരുന്ന MSP ബിറ്റ് LSPയുടെ പൊസിഷനിലേക്കായിരിക്കും മൂവ് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, MSPയിൽ നിന്ന് ക്യാരിയിലേക്കാണ് മൂവ് ചെയ്യുക. ക്യാരി കണ്ടീഷനാണ് LSPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഇവിടുത്തെ ഒരു ഇൻസ്ട്രക്ഷൻ പറയാൻ പറ്റുമോ? എക്സാക്ട്ലി ഇവിടെ 1 ആവും, ഇവിടെ 0 ആവും, ഇവിടെ 0 ആവും, ഇവിടെ 1 1 0 1. ഈ പൊസിഷനിൽ എന്ത് വരും? എക്സാക്ട്ലി ക്യാരിയുടെ പൊസിഷനായ 1 വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്ക്, 1 0 0 1 1 0 1 1 എന്നുള്ള വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അതായത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബിക്കം 9BH. 4DH ആയിരുന്നു നമ്മൾ സ്റ്റോർ ചെയ്തത്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 9BH ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ഇതാണ് RLC. ആർക്കും ഡൗട്ട് ഉണ്ടാവരുത്. ഇനി നമുക്ക് ഇതേപോലെ RRും RRCയും പറയാം. എന്തായിരിക്കും RR? റൊട്ടേറ്റ് റൈറ്റ്. അതാണല്ലോ RR. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് പകരം നമ്മൾ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ RRA എന്നാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ അല്ലേ? സോ ദ അക്യുമുലേറ്റർ ഡാറ്റ ബിറ്റ്സ് ആർ ഷിഫ്റ്റഡ് ടുവേർഡ്സ് റൈറ്റ് ബൈ 1 bit. In this process, previously bit 7 becomes 6, 6 become 5, 5 become 4, 4 become 3, 3 become 2, 2 become 1 and so on. അല്ലേ? So the previous bit 0 comes out the process and is placed at bit 7. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇത് തിയറി നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അക്യുമുലേറ്ററിലേക്ക് 4DH സ്റ്റോർ ചെയ്യാണ്, റൊട്ടേറ്റ് റൈറ്റ് പെർഫോം ചെയ്യാണ്. 4DH എന്നുള്ളത് റൊട്ടേറ്റ് റൈറ്റ് ചെയ്താൽ A6H ആയിട്ട് മാറും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എഴുതുന്നത് 4DH അല്ലേ? എന്താ 4DH? 0 1 0 0 1 1 0 1 അല്ലേ? യെസ്. ഇവിടെ നമ്മൾ ക്യാരി ഒന്നും കൺസിഡർ ചെയ്യേണ്ട, കാരണം എന്താ, ഇത് ഡയറക്റ്റ് RR ആണ്. RRC ഉണ്ടെങ്കിൽ മാത്രം ക്യാരി കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ലെഫ്റ്റ് മോസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഈ 0 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഈ 1 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 0 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 1 ഇതിങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഈ 1 ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 1 ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 0 ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ലാസ്റ്റ് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ പൊസിഷനിലുള്ള 1 ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അങ്ങനെയാണല്ലോ സംഭവിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്കുക. ആക്ച്വലി എന്താ വരിക? 0 1 0 0 1 1 0 1 എന്നാണ് ആക്ച്വലി വരിക. യെസ്, 0 1 0, ഈ 1 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ 1 0 1 0 0 1 1 0 എന്നാവും. ഇതായിരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷൻ.
എഴുതി വെക്കാൻ എല്ലാവർക്കും കിട്ടും കേട്ടോ. സോ ഇറ്റ് വിൽ ബിക്കം A6H. ദിസ് ഇസ് A, ദിസ് ഇസ് 6. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷന് ശേഷം നമുക്ക് A6 എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യാം. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? യെസ്. സെയിം പാറ്റേണിൽ നമുക്ക് RRC പറയാം. RRC നമ്മൾ പറയുമ്പോൾ എന്താണ്? റൊട്ടേറ്റ് റൈറ്റ് ത്രൂ ക്യാരിയാണ്. ക്യാരിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ? അതും കൂടി നമുക്ക് എഴുതി നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത് 4DH ആണ്. RRC A ആണ് നമ്മൾ ചെയ്യുന്നത്. ക്യാരി ഫ്ലാഗ് സെറ്റാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ക്യാരി ഫ്ലാഗ് സെറ്റാണോ റീസെറ്റാണോ എന്ന് ആദ്യം തരും കേട്ടോ, എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ വരിക? 0100 1101 ആണ് ആക്ച്വലി എൻ്റെ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലേ? സെയിം പാറ്റേണിൽ നമ്മൾ ക്യാരി വരയ്ക്കുമ്പോൾ റൈറ്റ് റൊട്ടേറ്റ് ആയതുകൊണ്ട് ക്യാരി നമ്മൾ ഈ പൊസിഷനിൽ വരയ്ക്കും. ക്യാരി വിൽ ബിക്കം 1 അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ? ഈ 0 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 1 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 0 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 0 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 1 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 1 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, 0 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഈ 1 എന്നുള്ളത് ക്യാരി പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ക്യാരിയുടെ കറണ്ട് വാല്യൂ ആക്ച്വലി ഇനീഷ്യൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ഇങ്ങനെയാണല്ലോ സംഭവിക്കുക, റൊട്ടേറ്റിംഗ്. അപ്പോൾ എന്താ സംഭവിക്കുക? 1 0 1 0 0 1 1 0 ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് എന്താ വരിക? 1 0 1 0 0 1 1 0. അതായത് എന്ത് കിട്ടും ആക്ച്വലി? 1 0 1 0 0 1 1 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം A6. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് A6 എന്നുള്ള വാല്യൂ ആയിരിക്കും അക്യുമുലേറ്ററിൽ സ്റ്റോർ ആവുക, RRC നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ. ഓക്കെ, വളരെ ക്ലിയർ ആണ്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ നോക്കിയാൽ. ഏതാണ് ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ? സ്വാപ്പ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ 1 by 1 ആയിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമിങ് പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനാണ്. യൂസിങ് ദിസ് ഇൻസ്ട്രക്ഷൻ ദ നിബിൾസ് ആർ ഇൻ്റർചേഞ്ച്ഡ്. എന്താണ് നമുക്ക് പറയാം? അപ്പോൾ നമ്മൾ 8 ബിറ്റുകൾ എഴുതുകയാണെങ്കിൽ നമുക്കിതിനെ ബൈറ്റ് എന്ന് പറയാം അല്ലേ? ആക്ച്വലി ബൈറ്റുകൾ എന്ന് പറഞ്ഞാൽ 2 നിബിൾസ് ചേർന്നാലാണ് ഒരു ബൈറ്റ് വരിക. ഇത് നിബിൾ 1ഉം ഇത് നിബിൾ 2ഉം. അതായത് ഈ 8 ബിറ്റിനെ നമുക്ക് വേണമെങ്കിൽ 2 4 ബിറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഈ ഓരോ 4 ബിറ്റിനെയാണ് നമ്മൾ നിബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ പരസ്പരം ഈ നിബിൾസുകൾ തമ്മിൽ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ സ്വാപ്പ് ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വാപ്പ് ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ എപ്പോഴും അക്യുമുലേറ്റർ വഴി മാത്രമേ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? മൂവ് A, #4DH സ്വാപ്പ് A. അപ്പോൾ എന്താ സംഭവിക്കുക? ആക്ച്വലി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ 4 ബിറ്റുകൾ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തു. അതായത് എന്താ സംഭവിക്കുക? 4 എന്നുള്ളത് ഈ പൊസിഷനിലും D എന്നുള്ളത് ഈ പൊസിഷനിലേക്കും ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ D4 ആയിട്ട് മാറും. അതെന്താ സംഭവിക്കുക? നിങ്ങൾ നോക്കണേ, 0100 1101 ആണ് ആക്ച്വലി അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തത്. അതിൽ 0100 എന്നുള്ളത് നമുക്ക് 2 ഗ്രൂപ്പായിട്ട് മാറ്റുകയാണെങ്കിൽ ഈ 0100 എന്നുള്ളത് ഈ പൊസിഷനിലേക്കും 1101 എന്നുള്ളത് ഈ പൊസിഷനിലേക്കും ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്തായിട്ട് മാറും? 1101 0100 എന്ന് മാറും. അതായത് 4D എന്നുള്ളത് D4 ആവും. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മളിപ്പോൾ ഈ C എന്നാണ് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ സ്വാപ്പിന് ശേഷം അത് CE ആവും. 1 2 ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ സ്വാപ്പിന് ശേഷം അത് 2 1 ആവും. അപ്പോൾ ഇതാണ് സ്വാപ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ 10 ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു അല്ലേ? 10 ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. സ്വാപ്പ് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് പറഞ്ഞു, RRC അല്ലേ? RR എന്താണെന്ന് പറഞ്ഞു, RLC എന്താണെന്ന് പറഞ്ഞു, RL എന്താണെന്ന് പറഞ്ഞു, CPL എന്താണെന്ന് പറഞ്ഞു, CLR എന്താണെന്ന് പറഞ്ഞു, XRL എന്താണെന്ന് പറഞ്ഞു, ORL എന്താണെന്ന് പറഞ്ഞു, ANL എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഈ ഓരോ ഇൻസ്ട്രക്ഷനും നമ്മൾ 1 by 1 ആയിട്ട് നോക്കി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ലോജിക്ക്. താങ്ക് യു.